Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Veliya. അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ ഒരു ഇവൻറ്റ് വരിക, ഒരു പ്രൊഡക്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1-2 ആഴ്ചയിലൊക്കെ വലിയ ഇൻവിറ്റേഷനൊക്കെ കൊടുത്ത് ഒരു പരിപാടിയായിരിക്കും ആപ്പിളിൻ്റെ ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ. പക്ഷേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കീഴ്വഴക്കം കൂടാതെ ആപ്പിൾ ഒരു പുതിയ 3 പ്രൊഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മാക് മിനി, രണ്ടാമത്തെ മാക്ബുക്ക് പ്രോ വിത്ത് 14 ഇഞ്ചും മൂന്നാമത്തത് മാക്ബുക്ക് പ്രോ 16 ഇഞ്ചുമാണ്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കൂടുതൽ ചോദ്യമാണ്, ഇതൊക്കെ നേരത്തെ ഇറങ്ങിയതല്ലേ? പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നറിയിപ്പില്ലാതെ M2 പ്രോയും M2 മാക്സും ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനോട് എന്തായാലും എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ മാക്ബുക്കിൻ്റെ അല്ലെങ്കിൽ മാക് മിനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക് മിനിയിൽ വരുന്നത് 2 കോൺഫിഗറേഷനിലാണ് ഈ മാക് മിനി അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, മാക് മിനിയിൽ ബേസിക് മോഡലായിട്ട് വരുന്നത് M2 ചിപ്പാണ്. കഴിഞ്ഞ കൊല്ലം M1 ചിപ്പ് വന്ന പോലെ ഈ കൊല്ലം M2 ചിപ്പ് വന്നിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു ടോപ്പ് ആൻഡ് വേർഷൻ എന്ന് പറയുന്ന പോലെ M2 പ്രോയും മാക് മിനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പെർഫോമൻസിലും അതേപോലെ ഗ്രാഫിക്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആപ്പിൾ ഈ പറഞ്ഞ M2 ചിപ്സെറ്റിൽ കൊണ്ടുവന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതൊരു കാര്യം എന്താ പറയുമോ, ഇപ്പോഴും ആപ്പിൾ ആ ഒരു ഇൻ്റലിൻ്റെ മോഡലുണ്ടായ സെയിം മോഡലാണ് അല്ലെങ്കിൽ ആ ഒരു ബോഡി കോൺഫിഗറേഷനാണ് ആപ്പിൾ ഈ വരുന്ന M2യുടെ മാക് മിനിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിൽ വാങ്ങിച്ചിരിക്കുന്ന ഒരാൾക്കറിയാം അത് M2 ആണോ M1 ആണോ എന്നൊക്കെ. പക്ഷെ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും ആപ്പിൾ പ്രൊഡക്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡലിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലുക്കിലാണ്. ഇപ്പോഴും ആപ്പിളിൻ്റെ മാക് മിനിയിൽ ഒരുവിധമുള്ള ചേഞ്ചും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. കുറച്ചും കൂടെ വലുതായിട്ട് കൊണ്ടുവന്നത് മാക്കിൻ്റെ അല്ലെങ്കിൽ മാക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ ഒറ്റ മോഡലിനാണ് കുറച്ചും കൂടെ വലിപ്പം കൂട്ടി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ഒരു മോഡലിനും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ മാക് മിനിയിൽ ചേഞ്ച് വന്നിട്ടില്ല. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ മാക്കിൻ്റെ ഈ പറഞ്ഞ M2 പ്രോ ചിപ്പ് സെറ്റ് വരുന്ന ഡിവൈസിൽ 4 തണ്ടർബോൾട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ബേസ് ലൈനപ്പിൽ അതായത് M2ൻ്റെ ചിപ്പ് വരുന്നതിൽ 2 തണ്ടർബോൾട്ടേ വരുന്നുള്ളൂ. ആ ഒരു ഡിഫറൻസിയേഷനാണ് പിന്നീട് ബാക്കിലേക്ക് നോക്കുമ്പോൾ മാക് മിനിയിൽ വരുന്നത്. മാക് മിനിയുടെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഞാനിപ്പോൾ പറഞ്ഞത്, ഞാൻ നോക്കി പറയുന്നത് ഇപ്പോൾ റിലീസായിട്ടുള്ളൂ, തെറ്റിച്ച് പറയേണ്ട. അതേപോലെ രാത്രിയായി നല്ല ഉറക്കക്ഷീണം വന്നാൽ തെറ്റി പറയേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫോൺ നോക്കി പറയേണ്ടത്. M2ൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ 8 കോർ CPU വിത്ത് 4 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോറുമാണ് വരുന്നത്. അതേപോലെ 10 കോർ GPUവും 16 കോർ ന്യൂറൽ എഞ്ചിനുമാണ് ഈ പറയുന്ന M2ൻ്റെ ബേസിക് ലൈനപ്പിൽ വരുന്നത്. നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ M2 പ്രോ ഉണ്ട്. M2 പ്രോൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 10 കോർ CPU-ൽ 6 കോർ പെർഫോമൻസും അതേപോലെ 4 കോർ എഫിഷ്യൻസിയുമാണ് വരുന്നത്. പിന്നെ 16 കോർ GPUവും 16 കോർ ന്യൂറൽ എഞ്ചിനും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസാണ് M2ൻ്റെ പ്രോ സീരീസിൽ അല്ലെങ്കിൽ M2 പ്രോയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മാക് മിനിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസും അതേപോലെ ഈ പറഞ്ഞ യൂസേജ് വൈസൊക്കെ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഡിവൈസും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ മോഡലിൻ്റെ ഭാഗത്തിൽ ഇപ്പോഴും ആപ്പിൾ ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റായ മാക്കിൻ്റെ മാക്ബുക്ക് പ്രോ 14 ഇഞ്ചും 16 ഇഞ്ചും നമുക്ക് നോക്കാം. ഈ പറഞ്ഞ 14 ഇഞ്ചും 16 ഇഞ്ചിലും ഒരു വ്യത്യാസവും ബോഡിയിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ആ സെയിം നോച്ച് അതേപോലെ സെയിം മാക് സേഫ് പിന്നെ തണ്ടർബോൾട്ട് ഒരു ചേഞ്ചും ഈ പറഞ്ഞ പോർട്ടുകൾക്കും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ബോഡിയിൽ കൊണ്ടുവന്നിരിക്കുന്ന കളേഴ്സ് പോലും നേരത്തെ ഇറങ്ങിയ M1 പ്രോയും M1 മാക്സിൻ്റെയും സെയിം കളറും ബോഡിയും തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വിഷ്വലി ഒരാൾക്കും ഒരു എന്തൂസിയാസ്റ്റിനും പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാക്ബുക്കിൻ്റെ കോൺഫിഗറേഷൻ പറയുമ്പോൾ 3 രീതിയിൽ, അതായത്
ഒരു ബേസ് മോഡൽ, ഒരു മിഡിൽ ലൈനപ്പ്, അതേപോലെ ടോപ്പ് മോഡൽ നമുക്ക് വരുന്നുണ്ട്. ഈ ടോപ്പ് മോഡലിൽ M2 മാക്സും രണ്ട് മിഡിൽ മോഡലായിട്ട്, ഒരു മിഡിൽ മോഡലും ഒരു ബേസ് മോഡലായിട്ട് ഈ പറഞ്ഞ M2 പ്രോയാണ് വരുന്നത്. M2 പ്രോയിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് 10 കോർ CPU വിത്ത് 6 കോർ പെർഫോമൻസും 4 കോർ എഫിഷ്യൻസിയുമാണ് വരുന്നത്. പിന്നെ 16 കോർ GPUയും 16 കോർ ന്യൂറൽ എഞ്ചിനുമാണ് നമ്മുടെ M2ൻ്റെ ബേസ് ലൈനപ്പിൽ വരുന്നത്. ഏകദേശം 200 Gbps പെർ സെക്കൻഡ് മെമ്മറിയുടെ ബാൻഡ് വിഡ്ത്തും നമ്മുടെ M2ൻ്റെ ബേസ് ലൈനപ്പിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു മിഡാക്കി ആയിട്ട് വരുന്ന പെർഫോമൻസ് വരുന്നത് M2 Pro തന്നെയാണ്. അതിൽ 12 കോർ CPU-ൽ 8 കോർ പെർഫോമൻസും 4 കോർ എഫിഷ്യൻസി കോറും വരുന്നുണ്ട്. 19 കോറിൻ്റെ GPUയും 16 കോറിൻ്റെ ന്യൂറൽ എഞ്ചിനുമാണ് വരുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളല്ല എന്ന് പറഞ്ഞാലും ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ പെർഫോമൻസിൽ ബാധകമാണ്. അടുത്ത വരുന്നത് ടോപ്പ് മോഡലാണ്. ടോപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ M2യുടെ മാക്സ് ആണ്. M2 മാക്സിൽ 12 കോറിൻ്റെ CPU-യും 8 കോറിൻ്റെ പെർഫോമൻസും 4 കോറിൻ്റെ എഫിഷ്യൻസിയും വരുന്നുണ്ട്. അതേപോലെ 30 കോറിൻ്റെ GPU ആണ് വരുന്നത്. 30 കോറിനൊക്കെ ഒന്ന് പറക്കും എന്താ അല്ലേ. അത് രണ്ട് 16 കോർ ഓഫ് ന്യൂറൽ എഞ്ചിനും 400 Gbps പെർ സെക്കൻഡിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്തുമാണ് നമുക്ക് ഈ വരുന്ന M2 മാക്സിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതേപോലെ ഫൈനൽ കട്ട് പ്രോ, ഫോട്ടോഷോപ്പ്, ഡാവിഞ്ചി റിസോൾവ് എന്നീ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും, അതായത് കോണ്ടന്റ് ക്രിയേഷൻ്റെ ആപ്ലിക്കേഷൻസിനെല്ലാം നല്ല രീതിക്കുള്ള റെൻഡറിങ് ഫാസ്റ്റ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ HVIC എന്ന് പറയും, നമ്മുടെ വീഡിയോ ഫോമാറ്റിൻ്റെ കുറേ കോഡിംഗ് ഒക്കെയാണ്. ഈ പറഞ്ഞ ഫോമാറ്റിലൊക്കെ റെൻഡർ ചെയ്യുകയാണെങ്കിലും FCPയിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള റെൻഡറിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ റെൻഡറിങ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറും കൂടെയാണ് ഈ പറഞ്ഞ M2 എന്ന് പറഞ്ഞ ആ ഒരു ചിപ്സെറ്റ്. ഈ ഒരു ചിപ്സെറ്റിൽ വന്നിരിക്കുന്ന നല്ല രീതിയിലുള്ള ബാറ്ററി എഫിഷ്യൻസും ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോയിൻ്റെ ഈ ഒരു പുതിയ സീരീസിലുണ്ട്. നേരത്തെ ഇറങ്ങിയ M1-ൽ 20 hours ഓഫ് ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ഈ പറയുന്ന M2 പ്രോയിലും M2 മാക്സിലും നമുക്ക് ഏകദേശം 22 hours ഓഫ് ബാറ്ററി ലൈഫാണ് ആപ്പിൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മാക്ബുക്കിൽ നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 8 TB ആണ്. അതായത് 8 TB വരെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കോൺഫിഗറേറ്റ് ചെയ്ത് കൂട്ടാൻ പറ്റും. പക്ഷേ 8 TB എന്ന് പറയുമ്പോൾ അത്ര നല്ല എക്സ്പെൻസ് ആവും നമുക്ക് ഈ ഒരു മാക്ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഈ ഒരു പർച്ചേസിൻ്റെ കാര്യം പറയുമ്പോൾ കറക്റ്റ് പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞത് 14 ഇഞ്ചിൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 വേരിയൻ്റ് ഉണ്ട്. ഈ ഒരു 3 വേരിയൻറ്റിൽ വരുന്നത് 3 പ്രൈസാണ്. ആദ്യത്തെ ബേസ് ലൈനപ്പിൽ വരുന്നത് 1,99,900 രൂപയാണ് ബേസ് ലൈനപ്പിൽ വരുന്നത്. അതേപോലെ തന്നെ ഒരു മിഡ് ലൈനപ്പിൽ വരുന്ന ഡിവൈസിന് വരുന്നത് 2,49,900 രൂപ. അതായത് 2,50,000 രൂപ, 100 രൂപ നമുക്ക് ബാക്കി കിട്ടും. അതേപോലെ ടോപ്പ് ഓഫ് ദ ലൈനിൽ നിൽക്കുന്ന M2 മാക്സിന് വരുന്നത് 3,09,900 രൂപയാണ്. ഈ പറഞ്ഞ ടോപ്പ് ഓഫ് ദ ലൈൻ മാക്ബുക്ക് പ്രോ M2 മാക്സ് വെച്ചുള്ള ഡിവൈസ് നമുക്ക് കിട്ടുമ്പോൾ ഈ 3 ഡിവൈസുമാണ് നമ്മുടെ 14 ഇഞ്ചിൽ വരുന്നത്. 16 ഇഞ്ചിൽ വരുമ്പോൾ നമുക്ക് അതേപോലെ പ്രൈസിന് മാറ്റമുണ്ട്. അതിൽ ഏറ്റവും ബേസ് ലൈനപ്പിൽ വരുന്നതാണ് 2,49,900 രൂപ ബേസ് ലൈനപ്പിൽ വരും. ഒരു മീഡിയം റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് 2,69,900 രൂപയാവും. ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ആകുമ്പോൾ 3,49,900 രൂപയാവും നമുക്ക് ഈ പറഞ്ഞ 16 ഇഞ്ച് എടുക്കുമ്പോൾ. ഏറ്റവും വലിയ 16 ഇഞ്ചിൻ്റെ ഈ പറഞ്ഞ 3,50,000 ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 38 കോർ GPUയും 16 കോർ ന്യൂറൽ എഞ്ചിനും 12 കോർ CPU-ൽ 8 കോറ് പെർഫോമൻസും 4 കോറ് എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഞാൻ അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് എടുത്ത് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതേപോലെ നമ്മുടെ ഈ ഒരു മാക് മിനിയുടെ പ്രൈസ് പറയുകയാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്. ആ 3 വേരിയൻറ്റിൽ വരുന്നത് ഏറ്റവും ബേസ് മോഡലിന് 59,900 രൂപയും ഒരു മിഡിൽ റേഞ്ച് ഓഫ് മാക് മിനിക്ക് വരുന്നത് 79,900 രൂപയും ഏറ്റവും ടോപ്പിലുള്ളതിന് വരുന്നത് 1,29,900 രൂപയുമായിട്ടാണ് നമുക്ക് മാക് മിനിയുടെയും പ്രൈസ് കാറ്റഗറൈസേഷനും വരുന്നത്. ഇപ്പോൾ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ബിഗിനറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നതാണ്, നിങ്ങൾക്കൊരു ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണമെന്നാണെങ്കിൽ മാക് മിനി ചൂസ് ചെയ്യാം വിത്ത് M2 നല്ലൊരു ഓപ്ഷനാണ്. കാരണം 60,000 രൂപക്ക് ഇത്രയും നല്ല സ്പെക്കും നല്ല കാര്യങ്ങളും കിട്ടും ആസ് എ ബിഗിനർ. അല്ല നിങ്ങളിപ്പോൾ ഹാർഡ് കോറായിട്ട് യൂസ് ചെയ്യണം, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ M2 Pro ഒക്കെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അത് നല്ല രീതിക്ക് തന്നെ ഓടും. കാരണം പക്ഷെ നിങ്ങൾക്ക് അത്രയും വലിയ യൂസേജ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ സിസ്റ്റംസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പേർപ്പസ് എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ഡിറ്റർമൈൻ ചെയ്യുക, എന്നിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് നമുക്ക് വെറുതെ വേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ പറയാൻ കാരണം
ആരും അറിയാതെ പെട്ടെന്ന് കുറേ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്ന് ആപ്പിളിൻ്റെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അറിഞ്ഞ് വീഡിയോ ഇട്ടത്. എല്ലാ കൂട്ടർക്കും ഇത് പുതിയ ഇൻഫർമേഷനാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.